ഗർഭിണിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ആഹാരക്രമം: അര മുതൽ 1 ലിറ്റർ വരെ പാല്, 1-2 മുട്ട, കുറച്ചു മാംസമോ മത്സ്യമോ അല്ലെങ്കിൽ അല്പം പാൽക്കട്ടിയോ അഥവാ മുളപ്പിച്ച പരിപ്പോ നിലക്കടലയോ, പൊടിയരിക്കഞ്ഞി, കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും, ബാക്കി വരുന്ന കുറവ് റൊട്ടി, ചോറ്, അല്പമാത്രയിൽ നെയ്യ്, വെണ്ണ ഇവയാൽ പൂർണ്ണമാക്കുവാൻ സാധിക്കും. എന്നാൽ ഇവയെല്ലാം 1-2 പ്രാവശ്യമായിട്ടല്ല, 4-5 പ്രാവശ്യമായിട്ട് വിഭജിച്ചു വേണം കഴിക്കുവാൻ. വറുത്ത സാധനങ്ങൾ, മിഠായി, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ വർജിക്കുന്നത് നന്നായിരിക്കും. പൗഷ്ടികതയ്ക്കുള്ള പേരിൽ കൂടുതൽ നെയ്യിൽ വറുത്തെടുത്ത സാധനങ്ങളും ഉപയോഗിക്കുന്നത് കൊഴുപ്പ് വർദ്ധിക്കുന്നതിനും ശരീരം വിരൂപമാകുന്നതിനുമേ ഉപകരിക്കൂ. ദഹനക്കുറവ്, മലബന്ധം തുടങ്ങിയ അനേകം രോഗങ്ങൾ ബാധിക്കുവാനും സാധ്യതയുണ്ട്. വയറ് ശുദ്ധമായിരിക്കുക, മലബന്ധം ഉണ്ടാകാൻ അനുവദിക്കാതിരിക്കുക, മുഖത്ത് പാണ്ടുകൾ ഉണ്ടാകാതിരിക്കുക, ദഹനക്കുറവിനാൽ നെഞ്ചിരിച്ചിൽ ഉണ്ടാകാതിരിക്കുക, സമാധാനക്കുറവ് ഉണ്ടാകാതിരിക്കുക, ശരീരത്തിന് ആലസ്യം ഉണ്ടാകാതിരിക്കുക, ഉത്സാഹം വർദ്ധിക്കുക, ഇവയ്ക്കെല്ലാം ശ്രദ്ധയോടു കൂടിയ ഭക്ഷണം ആവശ്യമാണ്. വറുത്തതും പൊരിച്ചതും എരിവും പുളിയുമുള്ളവയും മിഠായികളും നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ലഡുവും വർജിക്കേണ്ടതാണ്. പൊതുവായി പറഞ്ഞാൽ ഗോതമ്പ്, അരി, ശർക്കര മുതലായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ശരീരത്തിൽ ശക്തി നിലനിർത്തുന്നതിന് ആവശ്യമുള്ളിടത്തോളം കഴിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലായാൽ വണ്ണം വർദ്ധിക്കുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. കൂടുതൽ അളവിൽ നെയ്യ് കഴിക്കുകയാണെങ്കിൽ വണ്ണം വയ്ക്കലിനോടൊപ്പം ക്ഷീണക്കൂടുതലിനെയും രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തലായിരിക്കും ഫലം. അതിനാൽ ആഹാരം സന്തുലിതമാക്കുന്നതിന് കൊഴുപ്പിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് കുറച്ച് അതേ അനുപാതത്തിൽ പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതാണ്. ശിശുവിന് പുതിയ തന്തുക്കൾ ഉണ്ടാകുന്നതിനും അതിൻ്റെ മസ്തിഷ്കം നന്നായി വികസിക്കുന്നതിനും പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. ഇത് മുട്ട, മാംസം, പാൽക്കട്ടി, ബാർലി, കടല, പരിപ്പുകൾ, ഉണക്കപ്പഴങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കും. കാൽസ്യത്തിന് പാൽ അധികവും അയോണിന് വേണ്ടി കരളും ചെഞ്ചീരയും കഴിക്കുമ്പോൾ തന്നെ പച്ചക്കറികളിലും പഴങ്ങളിലും നിന്ന് ഈ പോഷകാംശങ്ങൾ കൂടാതെ ഫോസ്ഫറസും അയോഡിനും വിറ്റാമിനും ആവശ്യത്തിന് ലഭിക്കുന്നു. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള പ്രത്യേക പഴങ്ങളാണ് മാമ്പഴം, പപ്പായ മുതലായവ. നെല്ലിക്ക, ചെറുനാരങ്ങ, ഓറഞ്ച്, ഉമി സഹിതമുള്ള റൊട്ടി, തൊലിയോട് കൂടിയ പരിപ്പുകൾ മുതലായവയിൽ വിറ്റാമിൻ ബി സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. കണ്ണുകൾക്ക് വിറ്റാമിൻ എയും, മുടി, പല്ലുകൾ, അസ്ഥികൾ എന്നിവയ്ക്ക് കാൽസ്യം കൂടാതെ വിറ്റാമിൻ സിയും, പുഷ്ടമായ സ്നായുമണ്ഡലത്തിന് വിറ്റാമിൻ ബിയും ആവശ്യമാണ്. ഇങ്ങനെ സകല വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ആവശ്യമുള്ള അളവിൽ ലഭിച്ചിരിക്കണം. അതിനാൽ ഗർഭിണികൾ ആഹാരകാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. ഗർഭിണികൾക്ക് ആഹാര സംബന്ധമായ മറ്റു വിഷമതകളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഗർഭാരംഭ കാലത്തുണ്ടാകുന്ന ഓക്കാനം, ഭക്ഷണത്തോടുള്ള വിരക്തി, മലബന്ധം, ഗർഭത്തിൻ്റെ അന്തിമ നാളുകളിലെ ശരിയായ ഭക്ഷണം കഴിക്കായ്ക മുതലായവയാണവ. ഓക്കാനം ഉണ്ടാകുമെന്ന ഭയത്താൽ ഭക്ഷണം കഴിക്കാതെ കഴിച്ചു കൂട്ടുന്നത് നന്നല്ല. ഗർഭകാലത്ത് വ്രതോപവാസങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്വാദിനു വേണ്ടി ചെറുനാരങ്ങ മുതലായവ കഴിക്കാവുന്നതാണ്. കുറച്ച് ഭക്ഷിക്കുക, കൂടെ ഭക്ഷിക്കുക, വിശപ്പോടിരിക്കരുത്. മനം പിരട്ടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാവിലെ 1-2 ബിസ്ക്കറ്റും ചായയും കഴിച്ച ശേഷം കിടക്ക ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ എഴുന്നേറ്റതിനു ശേഷം വെള്ളത്തിൽ ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളകും ചേർത്ത് കുടിക്കുക. ഇതുമൂലം വയറ് ശുദ്ധമാകുകയും മനസ്സ് ശരിയാവുകയും ചെയ്യുന്നതാണ്. മലബന്ധമുണ്ടെങ്കിൽ രാത്രിയിൽ റോസപ്പൂവിൻ്റെ ഇതളുകളും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന ഒരു ഔഷധം ഉപയോഗിക്കുക. ഓക്കാനം ഉണ്ടാകുന്നില്ലെങ്കിൽ കാലാവസ്ഥ അനുസരിച്ച് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് കുടിക്കുക. ഉദരശുദ്ധിക്കും മലബന്ധ നിവാരണത്തിനും ഇത് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. ദിവസം തോറും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നത് സ്വഭാവമാക്കണം. പാദങ്ങളിൽ വീക്കമുണ്ടെങ്കിൽ നേരത്തെ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ പരിശോധനകൾ നടത്തി ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് വളരെ കുറയ്ക്കണം. ഇങ്ങനെ ശരിയായ ഭക്ഷണം, വ്യായാമം, വിശ്രമം എന്നിവയിലൂടെ സന്തുലിതമായ ജീവിത രീതി പാലിക്കുവാൻ സാധിക്കുമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കും. സ്വന്തം ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുവാൻ സാധിക്കുന്നതോടൊപ്പം കഷ്ടരഹിതമായ പ്രസവത്തിൽ കൂടി ആരോഗ്യമുള്ള ശിശുവിന് ജന്മം നൽകുവാനും കഴിയും. കടുത്ത തലവേദന, കണ്ണിൽ മഞ്ഞ നിറത്തിൽ കാഴ്ച, നിൽക്കാത്ത വയറുവേദന, രക്തസ്രാവം, ഇടയ്ക്കിടെ മൂത്രം പോവുക, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുണ്ടാവുക, യോനിയിലൂടെ ഇടയ്ക്കിടെ രക്തമല്ലാതെ മറ്റ് സ്രവം ഉണ്ടാവുക, കാലും മുഖവും കൈയും നീര് വെച്ച് പൊങ്ങുക, തുടർച്ചയായി ഛർദി ഉണ്ടാവുക, 101 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ പനി ഉണ്ടാവുക, 28 ആഴ്ചകൾക്ക് ശേഷം 12 മണിക്കൂർ നേരം തുടർച്ചയായി വയറ്റിൽ കുഞ്ഞിൻ്റെ ചലനമില്ലാതിരിക്കുക തുടങ്ങിയ അസ്വസ്ഥതകളോ അസുഖങ്ങളോ തോന്നിയാൽ
അടിയന്തിരമായി ഡോക്ടറെ കാണേണ്ടതാണ്. ഇലക്കറികൾ പാകം ചെയ്യുമ്പോൾ എണ്ണ തുടങ്ങിയ കൊഴുപ്പുള്ള പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക. മഞ്ഞൾ, കുരുമുളക്, മല്ലി, ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുക. കടുക് കുറച്ചു മാത്രം മതി. ഉപ്പ്, തൈര് എന്നിവ കുറയ്ക്കണം. അരി, ഗോതമ്പ്, ചോളം, റാഗി തുടങ്ങിയവ കൊണ്ടുള്ള ആഹാരങ്ങളും പലഹാരങ്ങളും ഉൾപ്പെടുത്തുക. പശുവിൻ പാൽ, ആട്ടിൻപാൽ ഇവ നേർപ്പിച്ച് തിളപ്പിച്ച് ഉപയോഗിക്കുക. വെണ്ണ, നെയ്യ് എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാവുന്നതാണ്. കടലപ്പരിപ്പ് പോലുള്ള മലബന്ധം ഉണ്ടാക്കാവുന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കണം. കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം. ആഹാരത്തിൽ കൃത്യമായ സമയനിഷ്ഠ പാലിക്കണം. കഴിച്ച ആഹാരം ദഹിക്കുന്നതിന് മുമ്പ് വീണ്ടും കഴിക്കരുത്.